ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇത് രഹാബോത്ത് ഇമ്മാനുവൽ മിനിസ്ട്രിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ അതിന് ഒരു മുന്നോടിയായിട്ട് ബൈബിളിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ്. 38 വർഷമായി പൂർണ്ണാന്ധത ബാധിച്ച ബർത്തലോമായി എന്ന മനുഷ്യൻ, അയാൾ ഇതിനു മുമ്പ് യേശുവിനെ കണ്ടിട്ടില്ല. യേശു അതുവഴി പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഭയങ്കര ഉച്ചത്തിൽ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. യേശു അത് കേട്ടു, അവിടെ നിന്നു, ആ മനുഷ്യനെ സൗഖ്യമാക്കി. എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഞാനൊരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഒരു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ 2 കണ്ണുകളും അന്ധമായി പോയി. ഒരു രീതിയിലും അവിടെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. അവിടുന്ന് പതുക്കെ ആ തൂണുകളിൽ പിടിച്ച് ഞാൻ താഴെ ഇറങ്ങി എൻ്റെ കാറിലേക്ക് കയറി. കോട്ടയത്ത് വന്ന് ഭാര്യയുമായി ഞങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് കണ്ണിന് ബ്ലീഡിങ് ഉണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണം. അത് 2 ഹോസ്പിറ്റലിലേ അത് പറ്റത്തുള്ളൂ. ഒന്ന് ഈ ചൈതന്യ കോട്ടയം, രണ്ടാമത് അമിത ഐ ഹോസ്പിറ്റൽ തിരുവല്ല. ഈ 2 ഹോസ്പിറ്റലിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അമിത ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞു. ഡോക്ടർ പ്രത്യേകം പരിഗണിച്ചു. വീണ്ടും ടെസ്റ്റുകൾ കുറേ ഏറെ നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിയിപ്പം ഒരാഴ്ച മാക്സിമം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഈ കാഴ്ച തിരിച്ച് കിട്ടത്തില്ല എന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോൻ്റെ കുഞ്ഞുമായിട്ട് അവിടെ ചെന്നു. എൻ്റെ മോളും അവൻ്റെ മോനും അവിടെ ഡോക്ടേഴ്സ് അവരും വന്നു. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞില്ല. അവർ പറയുന്നത് ഷുഗർ കൂടിപ്പോയിട്ടാണ് അങ്ങനെ പറ്റുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഷുഗർ കുറയ്ക്കാനുള്ള ഇതായി. വീണ്ടും ഞങ്ങൾ അവിടുന്ന് പല ടെസ്റ്റുകൾക്ക് വിധേയമായി അവിടുന്ന് പോന്നു. പിന്നെ 15 ദിവസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞു. ഈ 15 ദിവസം കൊണ്ട് കുറേയേറെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ഷുഗറിൻ്റെ വേണമായിരുന്നു, കൊളസ്ട്രോളിൻ്റെ വേണമായിരുന്നു, പിന്നെ ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ, ലിവറിൻ്റെ എല്ലാത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലോ അവർ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. ഓപ്പറേഷൻ്റെ തലേദിവസം അവിടെ ചെന്നപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു, പുള്ളിക്കും കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്. HIV തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ ബ്ലഡ് ടെസ്റ്റ്. പിറ്റേ ദിവസം 9 മണിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ചെന്ന് അവിടെ പറ്റത്തില്ല, വേറെ ഹോസ്പിറ്റലിൽ കിംസിൽ ചെന്ന് ഇതെല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്തു. ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. എൻ്റെ കണ്ണിൻ്റെ ബാക്കിൽ ഈ വെയിൻ പൊട്ടി ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരിക്കലും അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല. ആദ്യം ഈ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ലെൻസ് ഇടണം. ആ ടേബിളെ തന്നെ ഇട്ട് മറ്റേ ഓപ്പറേഷൻ ചെയ്യണം. ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഓപ്പറേഷൻ 2.25 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടും അവർക്ക് വിശ്വാസമൊന്നുമില്ല. അവർ കണ്ണൊക്കെ കെട്ടി വിട്ടു. പക്ഷേ ആ ബർത്തലോമായുടെ 38 വർഷം പോലെ ആ 38 ദിവസം ഞാൻ കണ്ണിൽ മരുന്ന് ഒഴിച്ചു പൂർണ്ണാന്ധതയിലേക്ക്
വഴിമാറി. ആരും സഹായിപ്പാനില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും നോക്കുന്നില്ല. പുരോഹിതന്മാർ പോലും കൈവെടിഞ്ഞ ഒരു സമയമായിരുന്നു അത്. ഒറ്റ ബന്ധുക്കളില്ല, സ്നേഹിതരില്ല, എല്ലാവരും കൈവെടിഞ്ഞു. ദൈവത്തെ മുറുകെ പിടിച്ചു രാത്രികാലങ്ങളിൽ കരഞ്ഞു. എൻ്റെ ദൈവത്തെ എനിക്ക് കാണിച്ചു തന്നു ഈ രഹാബോത്ത് ഇമ്മാനുവേൽ മിനിസ്ട്രിയിലേക്ക്. അങ്ങനെ പോകാൻ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, 60 വർഷം ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയായി ജീവിതം ചെയ്ത എന്നെ അവർ തന്നെ അതിൽ നിന്ന് മാറ്റി രഹാബോത്ത്. അതൊക്കെ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അവരെ കൊണ്ട് അത് സാധിച്ചല്ലോ. നമ്മൾ ഇപ്പം ഒരു മനുഷ്യൻ ഒരു ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവം ചെയ്യരുത്. അങ്ങനെ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പോട്ടെ, ഞാൻ ആർക്കും ഒന്നും ദോഷം ചെയ്തിട്ടില്ല. എന്നെ പീഡിപ്പിക്കാവുന്നതിൻ്റെ 1000 പേരെ പീഡിപ്പിച്ചു. അതൊക്കെ അവരുടെ മഹത്വം. അതിനിപ്പം നമ്മളൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വന്നു. പിന്നെ ഡോക്ടർമാരും പറഞ്ഞു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടത്തില്ലെന്ന്. അവിടെ 10 ദിവസം കഴിഞ്ഞ് ഇത് ചെയ്തു, വീണ്ടും സ്കാൻ ചെയ്തു. വലിയ വലിയ ഡോക്ടർമാരെല്ലാം ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചു. എൻ്റെ ദൈവമേ, കണ്ണുള്ളവന് കണ്ണില്ലാത്തതിൻ്റെ വില അറിയാൻ മേല. ആകെ ഒരു പ്രശ്നം, ആരുമില്ല. ഭാര്യ മാത്രമേ വീട്ടിനുള്ളൂ, മകനുണ്ട്, കുഞ്ഞിനെ നോക്കണം. ഈ സമയത്ത് ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് 8 നേരം മരുന്നൊഴിക്കണം. ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണത്. പക്ഷേ അവൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ 8 നേരവും മുടങ്ങാതെ മരുന്നൊഴിച്ചു. അതിൻ്റെ പരിണതഫലം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ്. ദൈവം എന്നെ കൈകളിൽ ഏറ്റെടുത്തു. എനിക്കിനിയും ദൈവത്തെ വിട്ട് ഒരു കാര്യത്തിന് ഞാൻ പോകാറില്ല. പിന്നെ എൻ്റെ കണ്ണിന് 100% ഡോക്ടർമാരവിടെ ചെന്ന് പരിശോധിച്ചപ്പം പറഞ്ഞു, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും പറയുന്നതല്ല, പക്ഷേ ദൈവശക്തിയാലാണെന്ന് എനിക്കത് മനസ്സിലാക്കി. ഞാനത് ഏറ്റെടുത്തു. വന്നു കഴിഞ്ഞ് ഇന്നും ഞാൻ ബൈബിൾ വായിച്ചിട്ട് 3-4 മാസങ്ങളായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. ഇനി അഥവാ എടുത്താൽ തന്നെ ഏറ്റവും ചെറിയ സങ്കീർത്തനം എടുത്ത് വായിക്കാറുള്ള പതിവ്. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 104-ാമത്തെ സങ്കീർത്തനം മുഴുവൻ വായിച്ചു ഈ മിനിസ്ട്രിയിലിരുന്ന്. എനിക്ക് ഇനിയും ഒന്നും തിരിഞ്ഞു നോട്ടമില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കത്തില്ലെന്ന് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചു. ഇനി എനിക്ക് ഒരു മനുഷ്യനോടുള്ള ശങ്കയില്ല. എനിക്ക് ഇപ്പം ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ദൈവം തന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ആണ് ദൈവം എനിക്ക് ആ കിടക്കയിൽ കിടന്ന് കുറച്ച് വരികൾ ദൈവം എനിക്ക് തന്നു. അത് എൻ്റെ ജീവിതത്തിൽ അത് വലിയ ഒരു കാര്യമായിരുന്നു. അത് ഇങ്ങനെയാണ്: കറുത്ത കണ്ണട വെച്ചതിനാൽ കരയുന്നതാരും കാണില്ല, കണ്ണട മൂക്കത്തുള്ളതിനാൽ കണ്ണീരൊപ്പാൻ കഴിയില്ല. ആരൊപ്പാനാ? എന്തൊപ്പാനാ? ഒപ്പിയാൽ എവിടം വരെ ഒപ്പും? എല്ലാം ജീവിതത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണ്. ഒരു മനുഷ്യനില്ല ദൈവമല്ലാതെ. വേണ്ട. പിന്നെ ബാക്കി: നിറമാർന്ന കാഴ്ചകൾ കണ്ടിട്ട് മങ്ങിയ കാഴ്ചകൾ മടുത്തെനിക്ക്. സ്നേഹിതരെല്ലാം അകലെ പോയി, ആരെയും കാണാൻ കഴിയുന്നില്ല. തിരികെ കാഴ്ച ലഭിച്ചിടുമ്പോൾ ദൈവനാമത്തിന് സ്തുതി പാടും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമീൻ. എല്ലാ വിഷമം ഉള്ള മക്കൾ, ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒത്തിരി ഈ മഴയും വെള്ളപ്പൊക്കമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. എന്തുമാത്രം നമ്മൾ ശരിക്കും പറഞ്ഞ ദൈവം എന്തുമാത്രം നന്മ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പിന്നെ സ്കൂളുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പിലും ഒക്കെ നടക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ്.
ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, അവനവൻ്റെ പെമ്മക്കളുമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. ഇതിനെല്ലാം ദൈവമൊരു പരിഹാരം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ നാമത്തിന് കോടാനുകോടി സ്തുതി പറയുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ.